ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളത് മാത്യു ചേട്ടനെ അറിയിക്കേണ്ടതല്ലേ? സ്വന്തം കാര്യത്തിൽ ഒരു പ്രിക്കോഷൻ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാനും അത് തന്നെ ആലോചിച്ചത്. ഞാൻ ഇപ്പൊ തന്നെ മാത്യു ചേട്ടനെ വിളിക്കാം. ഹലോ ഹലോ ചേട്ടാ, ഞാൻ ദുർഗ, ജയശ്രീയുടെ മോള്. എന്താ മോളെ? അത് ഞങ്ങൾക്കൊരു വിവരം കിട്ടി, അത് പറയാനാ വിളിച്ചത്. ഞങ്ങളോട് സംസാരിച്ചതും പഴയ കാര്യങ്ങൾ പറഞ്ഞതും അന്ന് ഈ കേസിൽ ഇൻവോൾവ് ആയവർ അറിഞ്ഞിട്ടുണ്ട്. അവര് ചേട്ടനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് സൂക്ഷിച്ചോണം. ഇനി ഞാൻ സൂക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ. അവരെന്നെ തീർക്കാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ കർത്താവിന്റെ അറിവുകൊണ്ട് എങ്ങനെയോ ജീവൻ തിരിച്ചിട്ടേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? അത് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോ പറയാൻ ബാക്കി വെച്ചൊരു കാര്യമുണ്ട്. അന്ന് സംഭവിച്ച എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നത് ഒരേ ഒരാളാണ്. അയാളെ എല്ലാരും വിളിക്കുന്നത് മേനോൻ എന്നാണ്. അതിനപ്പുറം അയാളുടെ ഐഡന്റിറ്റിയോ ഫോട്ടോയോ ഒന്നും ആർക്കും അറിയില്ല. ഇക്കാര്യം ഇനി എനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ടാ ഞാനിപ്പോ പറഞ്ഞത്. ചേട്ടനൊന്നും സംഭവിക്കില്ല. ചേട്ടന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഞങ്ങൾ തരും. ആർക്കും ആരെയും എല്ലാ കാലവും സംരക്ഷിക്കാൻ കഴിയില്ല മോളെ. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കേണ്ട കാലം അത്രയും കർത്താവ് എന്നെ കാത്തോളൂ. അതിനുശേഷം ഞാൻ കർത്താവിലേക്ക് എന്നെ എത്തിച്ചേരും. നിങ്ങൾ സമാധാനമായിരിക്കും. എന്നെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. ചേട്ടാ അത് വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഹലോ ചേട്ടാ, ചേട്ടാ ഇവരെന്താ രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത്? ഇന്നവർ അറ്റംപ്റ്റ് നടത്തിയ സ്ഥിതിക്ക് ഇനിയും അതുണ്ടാവും ഉറപ്പാ. എന്താ രണ്ടാളും കൂടെ? രണ്ടുപേരും കൂടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കോ? പകല് മുഴുവൻ ഒന്നിച്ച് നടക്കുന്നത് പോരാഞ്ഞിട്ടാണോ രാത്രിയിലെ സംസാരം? അപ്പച്ചി, ഞങ്ങള് സ്കൂളിലെ കാര്യങ്ങൾ സംസാരിച്ചതാ. സ്കൂളിലെ കാര്യങ്ങൾ സ്കൂളിൽ വെച്ച് സംസാരിച്ചോണം, അല്ലാതെ പാതിരാത്രിയിൽ ഇവിടെ നിന്ന് ഒളിച്ചും പാതും നല്ല സംസാരിക്കേണ്ടത്. ഇത് ഒളിച്ചെന്നൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ വീട്ടിനകത്ത് എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് സംസാരിക്കാലോ. നിങ്ങൾക്ക് ഹാളിൽ നിന്ന് സംസാരിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാലോ. പിന്നെ എന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കുന്നേ? അത് അവിടെ നിന്ന് അപ്പച്ചി ചെറിയമ്മ വന്ന് വഴക്ക് പറയില്ലേ? പറയും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിന്ന് സംസാരിക്കുമ്പോ ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് ഇനി പറയാനുള്ളത് നാളെ സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞാ മതി. പിന്നെ രാത്രിയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. അമ്മ എല്ലാത്തിനും കൂടെ നിൽക്കുന്നെന്ന് കരുതി ഞങ്ങൾ ആരും സമ്മതിക്കുന്നു കരുതണ്ട. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. അച്ഛൻ ആരാന്നറിയാത്ത ഒരുത്തന്റെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടി അയക്കുമെന്ന് നീ കരുതണ്ട. നോക്കി നിൽക്കാതെ പോടാ, നീ പോടി. എന്താടി? അത് അക്ഷരയോടും വിനോദിനോടും സ്കൂളിലെ പ്രശ്നം തീർക്കാൻ രാവിലെ തന്നെ മാത്യൂസിനെ കാണാൻ പറയണം. പറയാം.